ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു അറിവായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ആ അറിവ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് എല്ലാവരിലും എത്തിച്ചേരണം. അതിന് നിങ്ങൾ നമ്മുടെ ചാനലിനെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ ആ അറിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഉണ്ടായ കഠിന ചൂട് മുഖാന്തരം കൃഷിയിടങ്ങളിലെ കൃഷികൾ നശിച്ച കർഷകർക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. കൃഷിഭവനിലോട്ടാണ് നമ്മൾ അപേക്ഷകൾ നൽകേണ്ടത്. കൃഷിഭവൻ്റെ എയിംസ് എന്ന ഓൺലൈൻ സൈറ്റ് വഴി നമ്മൾ അപേക്ഷകൾ നൽകണം. അപേക്ഷകൾക്ക് വേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നേരത്തെ നമ്മൾ ഈ എയിംസ് എന്ന സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ ആധാർ കാർഡും പുതിയ കരമടച്ച രസീതും, അതുകൂടാതെ കൃഷിയിടത്തിൽ നശിച്ച വിളകൾക്കൊപ്പം കർഷകൻ നിന്നുകൊണ്ടുള്ള ഫോട്ടോയാണ് വേണ്ടത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കൃഷിയിടങ്ങളിലെല്ലാം നശിച്ച വിളകൾ എല്ലാം കളഞ്ഞതിന് ശേഷം പുതിയത് വെച്ചുപിടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ. ശ്രദ്ധിക്കുക, നിങ്ങളൊരു ഫോട്ടോ എടുത്തതിന് ശേഷം മാത്രം അത് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഈ നശിച്ച വിളകൾക്ക് ധനസഹായമോ എന്തെങ്കിലും കാര്യങ്ങൾ ലഭിക്കാൻ ഈ ഫോട്ടോ അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാ കർഷകരും അവരവരുടെ നശിച്ച കൃഷിയിടത്തിലെ കൃഷികൾക്കൊപ്പം നിന്നുകൊണ്ട് ഫോട്ടോ എടുത്തു വെക്കുക. ഇനിയും ഒരാവശ്യത്തിനും കൃഷി ഭവൻ്റെ എയിംസ് എന്ന സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ അവരുടെ ആധാർ കാർഡിനോടൊപ്പം റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, പുതിയ കരമടച്ച രസീത്, പിന്നെ ഞാൻ ഈ പറഞ്ഞ കൃഷിയിടത്തിൽ നശിച്ച വിളകൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള ഫോട്ടോയും ആവശ്യമാണ്. ഏതൊരു കൃഷിക്കും, അതായത് ഏലം ആയിക്കോട്ടെ, കാപ്പി ആയിക്കോട്ടെ, കുരുമുളക് ആയിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, നശിച്ചുപോയ ഏതൊരു കൃഷിക്കും അപേക്ഷ സമർപ്പിക്കാം. ഒരു കർഷകനെ സംബന്ധിച്ച് പല സർവേ നമ്പറിൽപ്പെട്ട സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇല്ലേലും 2 സർവേ നമ്പർ വരെ അപേക്ഷകൾ നൽകാൻ സാധിക്കുകയുള്ളൂ. മാക്സിമം 1.5 ഏക്കർ വരെയുള്ള സ്ഥലത്തിനെ അപേക്ഷകൾ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും അപേക്ഷകൾ നൽകിയതിന് ശേഷം അപേക്ഷ നൽകിയതിൻ്റെ പ്രിൻ്റ് ഔട്ടും അതിന് കൂടെ സമർപ്പിച്ച രേഖകളുമായി കൃഷിഭവനിൽ ചെല്ലുക. കൃഷിഭവനിൽ അത് സമർപ്പിക്കുക. കൃഷിഭവനിൽ നിന്ന് ഉദ്യോഗസ്ഥർ നമ്മുടെ കൃഷിയിടങ്ങൾ വന്ന് പരിശോധിക്കുകയും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ധനസഹായങ്ങൾ നൽകുകയും ചെയ്യും. ആ ധനസഹായങ്ങളെല്ലാം കൈപ്പറ്റിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടങ്ങൾ പുതിയവ വെച്ചുപിടിപ്പിച്ച് പച്ചപ്പാക്കാനും നല്ല രീതിയിൽ കൃഷികൾ മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാവരും ശ്രദ്ധിക്കുക.